കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് നമ്മൾ 2000 വരെ എഴുതാമല്ലോ അല്ലെ? എത്ര മുതലാ? 1000 മുതൽ 1001 മുതൽ 2000 വരെയാണ്. എല്ലാരും എഴുതിനാ? എല്ലാരും എഴുതിനല്ലേ? പക്ഷെ എല്ലാരും അയച്ചു തന്നിട്ടില്ല. കുറച്ചു കുട്ടികളും കൂടെ അയച്ചു തരാൻ ബാക്കിയുണ്ട്. അപ്പൊ അവര് ഇന്ന് തന്നെ അയച്ചു തരും കേട്ടോ. അതിന് വൈകാൻ പാടില്ല. 2000 വരെ എഴുതിയിട്ട് ഇന്ന് തന്നെ അയച്ചു തരും. ഓക്കെ. വേറെന്താ പ്രവർത്തനം തന്നെയാണ്? പിന്നെയുള്ളത് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 9 1, 10, 100, 1000, 10,000 അത് എഴുതാനല്ലേ? പിന്നെ അതേപോലെ ഭീമൻ സംഖ്യ എഴുതാൻ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മള് അന്ന് പറഞ്ഞത്. അപ്പോ എന്താ പറഞ്ഞേ? ഹലോ, ത്രികോണാക്കാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിന്റെ. ഓക്കെ. അപ്പൊ ഭീമൻ സംഖ്യ ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഭീമൻ സംഖ്യ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ പേജ് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി നമ്മള് പറയാൻ പോകുന്നത് 2000 വരെ കംപ്ലീറ്റ് ആയി എല്ലാരും അല്ലെ? ആയില്ലേ? 2000 ആയില്ല. ഇനി നിങ്ങള് അടുത്ത ഫസ്റ്റ് പ്രവർത്തനം എഴുതി വെച്ചോ. 2001 മുതൽ 3000 വരെ. എത്രയാണ്? 2001 മുതൽ 3000 വരെ നിങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ 100 സംഖ്യ വരുന്ന സമയത്ത് എന്ത് വേണം? വട്ടുവിടണം. അപ്പൊ ഇതിപ്പോ 2099 ആയി കഴിഞ്ഞാൽ അടുത്ത എത്രയാ? 2100 അല്ലെ? 2099 കഴിഞ്ഞാല് 2100. അപ്പൊ 2100 എന്ത് വേണം? വട്ടുവിടണം. പിന്നെ 2199 കഴിഞ്ഞാല് എത്ര എഴുതണം? 2200. ഇതിനും വട്ടുവിടണം. ഓക്കെ. ഇതിനെന്ത് വേണം? വട്ടുവിടണം. അപ്പോ ചില ആൾക്കാർ കണക്കെഴുതി അയക്കുന്ന സമയത്ത് എത്തിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ 1099 കഴിഞ്ഞ് അപ്പൊ അവിടെ 2000 എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ശ്രദ്ധിക്കണം. 1099 കഴിഞ്ഞാല് 2000 അല്ല, 1100 കേട്ടാ. അപ്പൊ കുറച്ചുപേര് ഇങ്ങനെ എഴുതി അയച്ചിട്ടുണ്ട്. അവരുടെ മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റി എഴുതിട്ട് അയച്ചാൽ. ഓക്കെ, ക്ലിയർ അല്ല? ഇനി ഞാനിപ്പോ പറയാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലായിരുന്നു, 5ാം ക്ലാസ്സിന്റെ ഗണിതത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഗൂഗിൾ മീറ്റിന്റെ അകത്ത്. എല്ലാവരും കണ്ടിട്ടില്ല? അല്ല, ഗൂഗിൾ മീറ്റ് അതല്ല, വിക്ടേഴ്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങള്. ഹലോ, എന്താ പറഞ്ഞ? ഗ്രൂപ്പിലിടണം. എന്തിനാ ഗ്രൂപ്പിലിടുന്നത്? ഞാനിപ്പോ ഒറ്റ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളൂ. 2001 മുതൽ 3000 വരെ എഴുതുക. ഓക്കെ, പറഞ്ഞു കേട്ടില്ല? 2001 മുതൽ 3000 വരെ എഴുതുക. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇന്നത്തെ. അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും അയച്ചു തരുക. ഓക്കെ, ഒന്നാമത് കേട്ടില്ല? അതെല്ലാം പറഞ്ഞു. ഭീമൻ സംഖ്യ എഴുതാനും പറഞ്ഞു. അതേപോലെ ഇത് കണ്ട, ഈ ഒരു 1, 10, 100 ബോക്സിലൊക്കെ എഴുതാൻ പറ്റില്ലേ? അത് എഴുതി. ഓക്കെ. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. നമുക്ക് കഴിഞ്ഞ വിക്ടേഴ്സ് ചാനലിൽ നടന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് എടുത്തു വെച്ചോ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാരും ഒന്ന് നോക്കിക്കേ. ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഒന്ന് സ്ക്രീൻ നോക്കിക്കാൻ കേൾക്കുന്നില്ല പറയുന്നത്?
ഓക്കെ ഓക്കെ. ഇല്ല തുടങ്ങുന്നേ ഉള്ളൂ. വെയിറ്റ് ചെയ്യും. ഇപ്പൊ കാണിക്കുന്നില്ല, കാണുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. നോക്കിയാട്ടെ, കാണുന്നില്ലേ? കാണാത്തവര് പറയുന്ന കേൾക്കുന്നു. കാണാത്തവര് ഒന്ന് പറയുന്ന കേൾക്ക്. കാണാത്തവര് പിൻ ചെയ്ത് വെച്ചൊന്ന് അൺപിൻ ചെയ്ത് വെക്കും. പിൻ ചെയ്ത് വെച്ചില്ലേ നേരത്തെ, അതൊന്ന് ഒഴിവാക്കും. ഇപ്പൊ ബോർഡ് മാത്രം നിങ്ങൾ കാണുന്നുണ്ടാവുക, അത് ഒഴിവാക്കും. ഓക്കെ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തത് കാണാത്തവർക്ക് ഞാൻ അയച്ചു തരും കേട്ടോ, ഗ്രൂപ്പിലിട്ട് കേട്ടോ, നിങ്ങൾ ഇന്നലെ നോക്കിയാൽ മതി. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ബോർഡുമേൽ എഴുതണം. ബോർഡുമേൽ കൂടി എഴുതണം, എന്നാലും കാണാത്തവർക്ക് കാണുന്നുണ്ട് ചെയ്യും അല്ലെ. അടുത്തടുത്തുള്ള സംഖ്യകൾ എഴുതണം, ഒന്നാമത്തെ പ്രവർത്തനം കേട്ടാ. അതായത് രണ്ട് ഒരു കള്ളി വരക്കുന്നത്. കള്ളി വരച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഹെഡിങ് ആണ് സംഖ്യാ കേളി. ഇതാണ് ഹെഡിങ്, സംഖ്യാ കേളി. ഓക്കെ. അപ്പൊ ആദ്യത്തെ കോളത്തില് സംഖ്യ എഴുതുന്നു, രണ്ടാമത്തെ കോളത്തില് അടുത്ത സംഖ്യ, രണ്ടാമത്തെ കോളത്തില് അടുത്ത സംഖ്യ. അപ്പോ ഒന്നാമത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നത് സംഖ്യ 9. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 10. മനസ്സിലായോ? ഇനി നിങ്ങൾ ആരും വിളിച്ചു പറയണ്ട, ഞാൻ ഇവിടെ സംഖ്യ മാത്രം ഞാൻ എഴുതരാം കേട്ടോ. 99 പറയണ്ട, അടുത്ത സംഖ്യ നിങ്ങൾ പറയണ്ട. 409, അതേപോലെ 999, 1009, പിന്നെ 5009, 9999. ഈ സംഖ്യകളാണുള്ളത്. പിന്നെ 1099, പിന്നെ 109 സംഖ്യകളാണില്ല. അതായത് ഇതൊരു സംഖ്യാക്കേളിയാണ്, ഒരു കളിയാണ്. സംഖ്യ ഇവിടെ എഴുതും, അടുത്ത സംഖ്യ നിങ്ങൾ എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നില്ലേ? അപ്പോ ആദ്യത്തെ സംഖ്യ 9 ആണ്. ആദ്യത്തെ സംഖ്യ 9 ആണ്. അടുത്ത സംഖ്യ നിങ്ങൾ എഴുതി എത്രയാ? 10. ഇനി അടുത്തത് 99 ആണ്. 99 അടുത്ത സംഖ്യ നിങ്ങൾ നേരെ എഴുതുക. കേൾക്കുന്നില്ല? അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ആദ്യം എന്ത് വേണം? സംഖ്യ ഇടതുവശത്ത് എഴുതുക. അതിനുശേഷം തൊട്ടടുത്ത സംഖ്യ എന്ത് ചെയ്യാം?
പറഞ്ഞോ. ബോർഡിൽ എഴുതി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാനിത് അയച്ചു തരാം കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. ഈ പ്രവർത്തനത്തിന്റെ ഫയൽ അയച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് 9 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എഴുതുക. അടുത്തത് 99 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എഴുതുക. 409 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എഴുതുക. 999 കഴിഞ്ഞാൽ അടുത്തത് എഴുതുക. 1009 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ. 5009, 9999, 1099, 109. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 സംഖ്യ ഉള്ളത്. അതിനകത്ത് ഒരു സംഖ്യ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എത്രയാ? 10. നിങ്ങൾ ബാക്കി ചെയ്തിട്ട് എത്രയാ? ബാക്കി 8 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. മനസ്സിലായില്ലേ? ഓക്കെ. എന്നാ ഞാൻ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാണ്. അടുത്ത പ്രവർത്തനം പറയട്ടെ. ഓക്കെ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കാണിച്ചുതരാം. അതിപ്പോ പറയാം. ഇനി എല്ലാവരും നോട്ട് എടുത്തോട്ടെ. നോട്ടില്ല കയ്യിലെ മുന്നില്. അതെ, നോട്ട് എടുത്തോ. ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടാ. ഓക്കെ. അടുത്തത് എഴുതിക്കോ. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എഴുതിക്കോ. നോട്ടിൽ എഴുതിക്കോ. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. ആദ്യം ചോദ്യം എഴുതുമോ? ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. ഉത്തരിപ്പ് എഴുതണ്ട. നിങ്ങൾ പിന്നെ എഴുതി രാശിയാവില്ല. കേൾക്കുന്നില്ല പറയുന്നത്? അടുത്തത് ആദ്യത്തെ ചോദ്യം ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. ഉത്തരിപ്പ് എഴുതണ്ട. ഉത്തരം നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. അടുത്തത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. അടുത്തത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. അടുത്തത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. പിന്നെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഈ രീതിയിൽ ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം എഴുതിയില്ല. ഈ രീതിയിൽ ഏറ്റവും വലിയ ആറക്ക സംഖ്യ വരെ നിങ്ങൾ എഴുതണം. ഏറ്റവും വലിയ ആറക്ക സംഖ്യ വരെ എന്ത് വേണം? നിങ്ങൾ എഴുതണം. മനസ്സിലായോ? എന്നാ പറഞ്ഞ കേട്ടു. ഓക്കെ. കേൾക്കുന്നില്ല? ഞാൻ പറയാ. ആദ്യം എഴുതേണ്ടത് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. അതിനുശേഷം അടുത്തത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. പിന്നെ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. പിന്നെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അങ്ങനെ ഏറ്റവും ചെറിയ ആറക്ക സംഖ്യ എഴുതണം. ഏറ്റവും വലിയ ആറക്ക സംഖ്യ എഴുതണം. ആ രീതിയിൽ എഴുതും. ആദ്യം രണ്ടക്ക സംഖ്യ ചെറുത് വലുത്. പിന്നെ മൂന്നക്ക സംഖ്യ ചെറുത് വലുത്. പിന്നെ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. ഏറ്റവും വലിയ നാലക്ക സംഖ്യ. പിന്നെ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. പിന്നെ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ. പിന്നെ ഏറ്റവും ചെറിയ ആറക്ക സംഖ്യ. പിന്നെ ഏറ്റവും വലിയ ആറക്ക സംഖ്യ. ഈ പ്രവർത്തനം ഞാൻ ഗ്രൂപ്പിലിട്ടെന്നാ പോരെ. ഓക്കെ. എന്നാലും ടെക്സ്റ്റ് എടുത്തോട്ടെ. ഞാൻ സ്ക്രീനും ഒഴിവാക്കാം.
ഇനി അടുത്തത് നമ്മൾ ടെക്സ്റ്റ് എടുക്കാം. ടെക്സ്റ്റില് പേജ് നമ്പർ 9 അടിയിൽ നോക്കിയട്ടെ. 1,00,000-ൽ 6 അക്കങ്ങളുണ്ട്. കാണുന്നുണ്ടോ? പേജ് നമ്പർ 9 അടിയിലതാ. 1,00,000-ൽ 6 അക്കങ്ങളുണ്ട്. അതായത് 1,00,000 എന്നത് 6 അക്ക സംഖ്യയാണ്. അപ്പൊ 1,00,000 എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ എഴുതുക? ഒന്നും എത്ര പൂജ്യം? 1 1 5 0. 1 5 0 ചേർന്നാലാണ് എത്ര? 1,00,000 ആവുക. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് അറിയാം, അപ്പോൾ ഏറ്റവും വലിയ 6 അക്ക സംഖ്യ ഏതാണ്? അത് നിങ്ങൾ പറയേണ്ട, അവിടെ എഴുതി വെച്ച. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ 1,00,000 ആണ്. ഇനി നിങ്ങൾ അടുത്തായിട്ട് എഴുതേണ്ടത് ഏറ്റവും വലിയ 6 അക്ക സംഖ്യ ഏതാണ്? എഴുതിക്കൂടെ? അത് അവിടെ എഴുതി വെച്ചു. അതായത് 1,00,000 എന്ന് പറയുന്നത്, ഈ 1,00,000 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ 6 അക്ക സംഖ്യ ഏതാണ്? അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സംഖ്യ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അക്കമുണ്ടോ അത്ര 9 ചേർത്താൽ മതി. ഇപ്പൊ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 2 9 എഴുതിയാണ്. അതേപോലെ ഇവിടെ ചോദിച്ചത് ഏറ്റവും വലിയ 6 അക്ക സംഖ്യ ഏതാണെന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 6 9 എഴുതുക. അതെന്താ വായിക്കുക? 9,99,999. അത് അവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി നോക്കിയിട്ട് അതിന്റെ അടിയിൽ നോക്കിയിട്ടാണ് 9,99,999 കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? അപ്പോ 9,99,999 കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര വരിക? 1 കോടിയാ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ 10 ലക്ഷം വരും. എത്ര വരിക? ഓക്കെ, അപ്പൊ അവിടെ എഴുതി വെച്ചാ. അപ്പൊ അവിടെ എഴുതി വെക്കുക, 9,99,999 കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ കൂടെ എത്ര കൂട്ടേണ്ടത്? 1 കൂട്ടേണ്ടത്. 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്ര വരിക? 10 ലക്ഷം. അവിടെ എഴുതി വെച്ചോ 10 ലക്ഷം. ഈ സംഖ്യ അവിടെ എഴുതി വെച്ചോ 10 ലക്ഷം. ഈ സംഖ്യ അവിടെ എഴുതി വെച്ചോ 10 ലക്ഷം. ലക്ഷം 10 ലക്ഷം. 10 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 6. 1ഉം 6 പൂജ്യം ചേർന്നാലാണ് 10 ലക്ഷം ആവുക. 1ഉം 6 പൂജ്യം ചേർന്നാൽ 10 ലക്ഷം ആവും. കാണുന്നില്ലെങ്കിൽ പറയുന്നത് കേൾക്കുന്നില്ല. കാണാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാ ദിവസവും പറയാൻ കഴിയില്ല. എന്റെ പേരുണ്ടാവും അതിനകത്ത്, അതിന് രണ്ടാമത്തെ പേരിന് നേരെ പിൻ ചെയ്ത് വെക്കും. അപ്പോ 10 ലക്ഷം 9,99,999 കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും?
10 ലക്ഷം കിട്ടും. അതാണ് ഇവിടെ 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ഇതാണ് സംഖ്യ. ഓക്കെ. ഇനി അടുത്ത പേജ് നമ്പർ 10. അതെടുക്കുന്നതാണ് നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. നമ്മളിപ്പോ സംഖ്യകൾ ഇപ്പം പറഞ്ഞില്ല, ഇത് നമ്മൾ എഴുതി. ഇത് എത്ര വായിക്കുക? ഈ സംഖ്യ എത്ര വായിക്കുക? 10 10. നമ്മൾ എങ്ങനെ എഴുതുക? അത് അക്ഷരത്തിൽ എങ്ങനെ എഴുതുക? 10 ലക്ഷം. 10 ലക്ഷം നമ്മൾ അക്ഷരത്തിൽ എഴുതും അല്ലെ? 10 ലക്ഷം എന്നുള്ളത് അക്ഷരത്തിൽ എഴുതും. ആ പറഞ്ഞോ. അതായത് ഒന്നും പേജ് എടുക്കല്ല, ഞാൻ പറയാം. അപ്പൊ നമ്മളിത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് സംഖ്യകളെ അക്ഷരത്തിൽ എഴുതണം. നമ്മളിപ്പോ പറയുന്നത് പോലെ എഴുതൂല. നമ്മളിപ്പോ എത്ര സംഖ്യ? 78. ബോർഡ് ക്ലിയർ ആവുന്നത് ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആവുന്നതാണ്. കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. 78 ഇതാണ് സംഖ്യ. ഓക്കെ 78. കേൾക്ക് കാണുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. 78 എഴുതിയിട്ടുണ്ട് ബോർഡിൽ. അപ്പൊ നമ്മൾ എങ്ങനെ അക്ഷരത്തിൽ എഴുതാം? നിങ്ങൾ കാണണ്ട, പറയുന്നത് കേട്ടാ മതി. 78. നമ്മളാണ് അക്ഷരത്തിൽ എഴുതുന്നത്. നമ്മളൊരു സംഖ്യ എന്ത് ചെയ്യും? അക്കത്തിൽ എഴുതുക, അക്ഷരത്തിൽ എഴുതുക. നിങ്ങൾ 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. അക്കത്തിലോ അക്ഷരത്തിലോ എഴുതുക. പഠിച്ചിട്ടില്ലേ? അതാണ് അടുത്ത പ്രവർത്തനം, അക്ഷരത്തിൽ എഴുതൽ. ഇപ്പൊ ഞാൻ ഇവിടെ ഹെഡിങ് എഴുതുന്നു. അടുത്തത് 167. അപ്പൊ ഇങ്ങനെ സംഖ്യ എന്താ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? അക്കത്തിൽ എഴുതാൻ, അക്ഷരത്തിൽ എഴുതാൻ കഴിയില്ല. 160. ഇതേപോലെ ഞാൻ കുറച്ച് സംഖ്യകൾ തരുന്നു. നിങ്ങൾക്ക് എഴുതുന്നൂടെ? അപ്പോ 78 ഞാൻ പറഞ്ഞു, 167 പറഞ്ഞു. ഇനി അടുത്തത് 935. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? ഇതൊന്നും നിങ്ങൾ നോട്ടിലേക്ക് വെച്ചട്ടെ, നോട്ടെടുത്തിട്ടല്ലേ? ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഹെഡിങ് എഴുതുക, അക്ഷരത്തിൽ എഴുതുക. ഹെഡിങ് എഴുതുക. ഞാൻ ആദ്യം എഴുതിയ പോലെ ഹെഡിങ് എഴുതുക, അക്ഷരത്തിൽ എഴുതുക. ഹെഡിങ് എഴുതുക, അക്ഷരത്തിൽ എഴുതുക. എന്നിട്ട് ആദ്യത്തെ സംഖ്യ 78. എന്നിട്ട് അതിന് നേരെ നിങ്ങൾ അക്ഷരത്തിൽ എഴുതുക 78. നമ്മൾ എന്നാണ് വായിക്കുന്നത് ആ രീതിയിൽ വേണം എഴുതാൻ. 78. അടുത്തത് 167. നമ്മൾ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കുന്നത് അതേ രീതിയിൽ എഴുതുക. 167. 167.
അടുത്തത് 935. 935 935 എഴുതിയിട്ടുണ്ട്. അതല്ലേ ഞാൻ വായിച്ചിരുന്നു. ഇതിനില്ലെങ്കിൽ നിങ്ങൾ വായിച്ചു തരാം. ആദ്യത്തത് 78, രണ്ടാമത്തത് 167, മൂന്നാമത്തത് 935. 935. അക്ഷരത്തിൽ എഴുതുക സംഖ്യകൾ. ഞാനിപ്പോ പറഞ്ഞ 78, 167, 935 ഈ മൂന്ന് സംഖ്യകൾ എഴുതി വെക്കുക നിങ്ങളുടെ ബുക്കിൽ. 78, 167, 935 ഇപ്പൊ തന്നെ എഴുതി വെക്കും നോട്ട് ബുക്കിൽ. അടുത്ത ഒന്നും കൂടി ഞാൻ എഴുതുന്നുണ്ട്. എങ്ങോട്ട് നോക്കോ. 1210. 1210 അക്ഷരത്തിൽ എഴുതി വെക്കുക. 1210. 1210 935 കഴിഞ്ഞാല് 1210. അടുത്തൊരു സംഖ്യയും കൂടിയാ. അടുത്തത് 2,72,320. 2,72,320. 2,7,2,3,2,0. 72,320. 2,72,320. ഞാൻ എഴുതാം. കൊമീനിന്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഇട്ടേ ഉള്ളൂ കേട്ടോ. കൊമീനിന്റെ സംഖ്യ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. 2,72,320. 2,72,320. 2,72,320. ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞില്ലേ? വേഗം എഴുതി. ഓക്കെ, എഴുതി കഴിഞ്ഞവര് അവിടെ വെക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് അക്ഷരത്തിൽ എഴുതൽ. മനസ്സിലായോ? അതായത് ഈ നമ്മളിപ്പോ 1, 2, 3, 5 എഴുതിയത് അല്ലെ. ഇനിയിപ്പോ മാഷ് കുറച്ച് കണക്കും പ്രവർത്തനം കൂടി ഗ്രൂപ്പിൽ അയക്കും. അത് നോക്കിയിട്ട് എഴുതണം കേട്ടോ. ഇതിന്റെ ബാക്കിയായിട്ട് അക്ഷരത്തിൽ എഴുതൽ. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത്ര എഴുതി നോക്കണ്ടു. ബാക്കിയുള്ള പ്രവർത്തനം ഞാൻ ഗ്രൂപ്പിൽ അയക്കും. എങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ എഴുതിയിട്ട് നാളെയോ മറ്റന്നാളോ 2 ദിവസം കൊണ്ട് അയച്ചാൽ മതി കേട്ടോ.
അപ്പോ അടുത്ത ക്ലാസ്സിന്റെ അടുത്ത മാത്സിന്റെ ക്ലാസ്സിന് മുന്നേ അയച്ചാൽ മതി. അധികം വൈകണ്ട, പിന്നെ നിങ്ങൾ മറന്നു പോകും കേട്ടോ. ഓക്കെ, എന്നാ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, ഞാൻ ബോർഡുമായി കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് ഭാഷക്ക് മെസ്സേജ് അയച്ചാൽ കേട്ടോ, ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഒന്നെങ്കിൽ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ആയിട്ടോ ഞാൻ പറഞ്ഞു തരും കേട്ടോ. സംശയമുള്ളവരെ എന്നെ വിളിച്ചാൽ മതി. ഇനി അടുത്ത പ്രവർത്തനം, 0 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ശ്രദ്ധിക്കണേ. 0 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ 5-ൽ തുടങ്ങുന്ന എത്ര സംഖ്യകൾ എഴുതാൻ സാധിക്കും? ചോദ്യം എന്താണ്? 0 മുതൽ 0, 1, 2, 3, 4, 5 എത്ര സംഖ്യകളുണ്ട്? എത്ര സംഖ്യയുണ്ട്? 6 സംഖ്യയുണ്ട്. 0, 1, 2, 3, 4, 5 ഈ അക്കങ്ങൾ ആവർത്തിക്കാതെ 5-ൽ തുടങ്ങുന്ന എത്ര സംഖ്യകൾ എഴുതാൻ പറ്റും? ഇപ്പൊ ഞാൻ എഴുതട്ടെ, ഒന്ന് ഞാൻ എഴുതി നോക്കിയേ. 5, 0, 1, 2, 3, 4 കണ്ടോ? അതായത് 5-ൽ തുടങ്ങുന്ന സംഖ്യ ആയിരിക്കണം. തുടക്കം എന്തായിരിക്കണം? 5-ൽ തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, അതായത് ഇതിനകത്ത് 2 നിബന്ധനയേ ഉള്ളൂ. എന്തെല്ലാം അറിയാം? ഒന്ന്, 5-ൽ തുടങ്ങണം. അതായത് സ്റ്റാർട്ടിംഗ് ലെറ്റർ എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. സ്റ്റാർട്ടിംഗ് നമ്പർ 5 ആയിരിക്കണം. പക്ഷെ എന്ത് പാടില്ല? സംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല. വേറൊരു പ്രശ്നവും കൂടി എന്നറിയാം. അല്ല, ഇതിനകത്തൊരു പ്രശ്നം വേണ്ടതരാ. 5 സംഖ്യ എഴുതണ്ടു പോലും, 6 സംഖ്യ വേണ്ട. എത്ര സംഖ്യ വേണ്ടു? 5 സംഖ്യ വേണ്ടു. അപ്പോ 5, 0, 1, 2, 3. ഇനി നമുക്ക് വീണ്ടും ഇതേ സംഖ്യക്ക് ഇതന്നെ എഴുതി കൂടെ. 5, 0 ഈ 1-ന് പകരം എന്താക്കാം? 2, 1, 3 എഴുതാം. മനസ്സിലായ? ഞാനെന്താ ചെയ്തത്? ഈ സംഖ്യ അപ്പുറം ഇപ്പുറം ചെയ്തു, തിരിച്ചിട്ടു. ഇനി നമുക്ക് എന്ത് എഴുതാം? 5, 0, 3, 1, 2 എഴുതാം. എഴുതിക്കൂടെ? ഇവിടെ 0 മാറാം. ഞാനിപ്പോ അതിന്റെ സൗകര്യത്തിന് വേണ്ടി എഴുതിയതാണ്, മനസ്സിലാവേണ്ടി. അതായത് നിബന്ധന ഇത്രയേ ഉള്ളൂ. എന്തേ പാടുള്ളൂ? 5 എന്ത് വേണം? തുടങ്ങണം. സംഖ്യകള് ആവർത്തിക്കാൻ പാടില്ല. 5 തുടങ്ങണം, സംഖ്യ ആവർത്തിക്കാൻ പാടില്ല. 5 സംഖ്യ മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. 3 നിബന്ധനയാണ്. എന്തൊക്കെയാണ്? 5-ൽ തുടങ്ങണം, സംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല, പിന്നെ 5 സംഖ്യ വേണ്ടു. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ ഞാൻ അടുത്ത വഴിക്കോ. 5, 0 നമ്മളിപ്പോ എന്ത് ചെയ്തില്ലേ? 1, 2 ഇങ്ങനെ ചെയ്തില്ലേ? ഇനി നമുക്ക് എന്ത് എഴുതാം? ഇവിടെ തന്നെ 1 എഴുതാം. ഈ 23 വരെ നമുക്ക് 32 ആക്കാം. ഇപ്പൊ വേറെ സംഖ്യ കിട്ടില്ലേ? ഈ രീതിയിൽ സംഖ്യകൾ എഴുതുക വേണ്ടു. പക്ഷെ നിങ്ങൾ എഴുതേണ്ടത് ഇതല്ല, നിങ്ങളുടെ പ്രവർത്തനം വേറെയാണ്. ഞാൻ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് 5 സംഖ്യ എഴുതാനാണ് ഞാൻ ഇപ്പൊ എഴുതിയത്. നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ അറിയാം? 0, 1, 2, 3, 4, 5 ഇത് എത്ര അക്കൗണ്ട്? എത്ര അക്കൗണ്ട് ഇത്?